നിലമ്പൂരിനൊപ്പം തന്നെ ഇന്ന് പഞ്ചാബിലെ വെസ്റ്റ് ലുധിയാന മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പക്ഷേ ഇത് വെറും ഒരു കേവലമായ ഉപതെരഞ്ഞെടുപ്പ് അല്ല. രാജ്യം മുഴുവൻ ആ തെരഞ്ഞെടുപ്പിലേക്ക് ശ്രദ്ധിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ടായ സാഹചര്യം അടക്കം വലിയ രീതിയിൽ ചർച്ചയായ ഒരു മണ്ഡലമാണ് ലുധിയാന വെസ്റ്റ്. നിലവിൽ പഞ്ചാബ് ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിക്കും പ്രത്യേകിച്ച് അവരുടെ നേതാവ് അരവിന്ദ് കെജ്രിവാളിനും ഈ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. കാരണം AAPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അവരുടെ രാജ്യസഭാ MP ആയ സഞ്ജീവ് അറോറയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ സഞ്ജീവ് വിജയിക്കുകയാണെങ്കിൽ മാത്രമാണ് ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റ് വഴി അരവിന്ദ് കെജ്രിവാളിന് രാജ്യസഭയിലെത്താൻ സാധിക്കുകയുള്ളൂ. ആ രാജ്യസഭ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഒരു ഗതിയുമില്ലാത്ത അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ നടക്കുന്നത് ഈ ഒരൊറ്റ സീറ്റ് കണ്ടിട്ടാണ്. ഡൽഹിയിൽ അടപടലം തോറ്റിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിന് നിലവിൽ കാര്യമായ ഒരു ജോലിയുമില്ല. പാർട്ടി അധികാരത്തിൽ വന്നിരിക്കുന്ന പഞ്ചാബിലാണ് ഇപ്പോൾ കെജ്രിവാൾ ഉള്ളത്. തെരഞ്ഞെടുപ്പിൽ ജയിച്ച് മുഖ്യമന്ത്രിയാകാൻ പോയിട്ട് ഒരു MLA പോലും ആകാൻ സാധിക്കാത്ത ഗതികേടിലായ കെജ്രിവാളിന് ഇനി ഡൽഹിയിൽ തുടർന്നിട്ട് കാര്യമേയില്ല. എങ്ങനെയെങ്കിലും രാജ്യസഭയിലെത്തണം. ഇനി AAPക്ക് രാജ്യസഭയിൽ ഒഴിവ് വരണമെങ്കിൽ 2029 വരെ കാത്തിരിക്കണം. എന്നാൽ കെജ്രിവാളിന് അതിന് താല്പര്യമില്ല. എത്രയും വേഗം രാജ്യസഭയിൽ എത്തണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. അതിനുവേണ്ടിയാണ് പഞ്ചാബിലെ രാജ്യസഭാ MP ആയ സഞ്ജീവ് അറോറയെ ലുധിയാന വെസ്റ്റ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത്. അത് AAPയുടെ സിറ്റിംഗ് സീറ്റ് ആയതുകൊണ്ട് അറോറ എളുപ്പത്തിൽ ജയിക്കുമെന്നാണ് ആദ്യം കെജ്രിവാൾ കരുതിയിരുന്നത്. എന്നാൽ അറോറ ജയിക്കുകയാണെങ്കിൽ മന്ത്രിസ്ഥാനമാണ് AAP വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കോൺഗ്രസിന് വേണ്ടി ഭരത് ഭൂഷൺ ആശു, BJPക്ക് വേണ്ടി ജയ്വാൻ ഗുപ്ത, ശിരോമണി അകാലിദളിൽ നിന്ന് പരുപ്കർ സിംഗ് ഗുമൻ എന്നിവരാണ് മറ്റു സ്ഥാനാർത്ഥികളായി രംഗത്തുള്ളത്. AAPയുടെ സിറ്റിംഗ് സീറ്റാണ് ലുധിയാന വെസ്റ്റ്. ഇവിടുത്തെ MLA ആയ ഗുർപ്രീത് ബസിയോഗി ജനുവരിയിൽ മരണപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതും അരവിന്ദ് കെജ്രിവാൾ ഇങ്ങനെയൊരു ബുദ്ധി തലയിൽ ഉദിച്ചതും. 2027 പഞ്ചാബിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഉപതെരഞ്ഞെടുപ്പും വലിയ സ്വാധീനമുണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ഡൽഹിയിൽ നിന്ന് അവിടുത്തെ ജനങ്ങൾ ആട്ടിയോടിച്ചതോടെ പഞ്ചാബ് തട്ടകമാക്കിയുള്ള നീക്കമാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്നത്തെ ഉപതെരഞ്ഞെടുപ്പിൽ നടത്തുന്നത്. ഭഗവന്തിനെ മാറ്റി മുഖ്യമന്ത്രി പദവിയിലേക്ക് കെജ്രിവാൾ കണ്ണുവച്ചതാണ് ഒരു തവണ. എന്നാൽ അധികാരമോഹിയാണെന്ന ധാരണ ഇത് ജനങ്ങൾക്കിടയിൽ കുത്തിവയ്ക്കുമെന്ന് AAP ഭയന്നു. പിന്നാലെ രാജ്യസഭ MP ആകാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ നടത്തിയത്. എന്നാൽ നിലവിൽ AAP പ്രതിനിധിയായി രാജ്യസഭയിലുള്ള ഒരാൾ പോലും അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി മാറാൻ തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് വലിയ മന്ത്രി പദവി വാഗ്ദാനം ചെയ്തുകൊണ്ട് വെസ്റ്റ് ലുധിയാന ഉപതെരഞ്ഞെടുപ്പിന് വേദിയാകുമ്പോൾ അവിടെ അറോറയെ നിയമിച്ചത്. ഇതോടെ വളഞ്ഞ വഴിയിലൂടെ രാജ്യസഭാ MP ആയ അറോറയെ AAP ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കി കെജ്രിവാളിന് വഴിയൊരുക്കുകയാണ്. ജയിച്ചാൽ മന്ത്രിസ്ഥാനം എന്ന വലിയ ഓഫറാണ് അറോറയെ കാത്തിരിക്കുന്നത്. പിന്നെ എല്ലാം തങ്ങളുടെ നേതാവ് കെജ്രിവാളിന് വേണ്ടിയാണെന്ന ഒരാശ്വാസത്തിൽ അറോറ പോരാട്ടത്തിന് ഇറങ്ങുകയായിരുന്നു. അതേസമയം ലുധിയാനയിൽ BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുമില്ല. അതിനിടയിലാണ് ഇവരുടെ പ്രതീക്ഷകളെല്ലാം തകർക്കുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം ലോക് പോൾ സർവേ പുറത്തു വന്നത്. 40% വോട്ട് നേടി കോൺഗ്രസ് സ്ഥാനാർത്ഥി ആശു വിജയിക്കുമെന്നും 33% വോട്ടുകൾ മാത്രമേ രണ്ടാം സ്ഥാനത്തെത്തുന്ന AAPക്ക് ലഭിക്കുകയുള്ളൂവെന്നും ലോക് പോൾ സർവേ വ്യക്തമായി പറയുന്നുണ്ട്. കൂടുതൽ വോട്ട് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ കോൺഗ്രസ് തോൽക്കുമെന്ന പ്രതീക്ഷ അതോടെ അവർ കൈവിട്ടു കഴിഞ്ഞിരിക്കുന്നു. കിട്ടുന്ന വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നൽകി കെജ്രിവാളിനെ പഞ്ചാബിൽ തന്നെ തളച്ചിടുക എന്നൊരു നീക്കമാണ് BJPയിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ AAP വലിയ തോൽവി അവിടെ മണത്തു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ സംഭവിച്ചാൽ 2029 വരെ MP കുപ്പായവുമായി കെജ്രിവാളിന് പഞ്ചാബിൽ തന്നെ താമസിക്കേണ്ടി വരുമെന്ന് ഉറപ്പിക്കാം.